അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, നൂറു സബാഹ് എന്ന ശീർഷകത്തിന് കീഴിലായിട്ട് നമ്മൾ നടത്തുന്ന ക്ലാസുകൾ ഇന്ന് ആറാമത്തതാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്നൊന്ന് നിലനിർത്താൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മെ എല്ലാവരെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്തു മാഫാക്കി നൽകട്ടെ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, നമുക്ക് വല്ല പ്രയാസമോ പ്രതിസന്ധികളോ ബുദ്ധിമുട്ടോ വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ഒരു പ്രാർത്ഥന, പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ വീഡിയോന്റെ അവസാനത്തിൽ നമ്മൾ പറയാം. ആദ്യം മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഇർഷാദുൽ ഇബാദ് എന്ന കിതാബിൽ രേഖപ്പെടുത്തി വെക്കുന്ന ഒരു ചരിത്രമുണ്ട്. പൂർവ്വസൂരികളിൽപ്പെട്ട ഒരു മഹാപണ്ഡിതൻ, ആ പണ്ഡിതനായ വ്യക്തി മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കാണുകയാണ്. മഹാനവറുകളുടെ വഫാത്തിന് ശേഷം, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനെ സ്വപ്നത്തിൽ കണ്ടിട്ട് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട് ഈ മഹാപണ്ഡിതൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മരണം എങ്ങനെയുണ്ടായിരുന്നു? ആ സമയത്ത് സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു പറയാണ്, നിങ്ങൾ മരണത്തിന്റെ വേദനയെക്കുറിച്ചും മരണത്തിന്റെ പ്രയാസങ്ങളെക്കുറിച്ചും അതിന്റെ ഗുണങ്ങളെക്കുറിച്ചും ഒന്നും ഇപ്പൊ ചോദിക്കല്ലേ. ആ സമയത്ത് ഈ പണ്ഡിതൻ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്രദമായ നിങ്ങളുടെ സൽപ്രവർത്തനം അമല് ഏതാണെന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, എനിക്ക് അധിക അമലുകളും എന്തായി ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും ഉപകാരപ്പെട്ട ഒരു സൽപ്രവർത്തനമുണ്ട്. മഹാനവറുകൾ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കൊരു ചെറിയ മോനുണ്ടായിരുന്നു, ഒരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു. ആ ചെറിയ കുട്ടി ചെറുപ്പത്തിൽ മരണപ്പെട്ടു പോയി. നമുക്കൊക്കെ ചെറിയ മക്കൾ ഉണ്ടാവും, നമ്മൾ താലോലിച്ച് വളർത്തുന്ന നമ്മുടെ പൊന്നു മക്കൾ, നമ്മൾ വലിയ സ്നേഹം കൊടുത്ത് നമ്മൾ താലോലിച്ച് ലാളിച്ചുകൊണ്ട് വളർത്തുന്ന നമ്മുടെ മക്കൾ, ആ മക്കൾ മരണപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ പ്രയാസവും വലിയ ദുഃഖവുമാണ്, അല്ലെ? അങ്ങനെ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിന്റെ ചെറിയ മോൻ മരണപ്പെട്ടു പോയി. ആ സമയത്ത് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു ക്ഷമിച്ചു. എന്നിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു, അതിൽ ക്ഷമിച്ചുകൊണ്ട്. ആ അമലാണ് എനിക്ക് ഏറ്റവും ഉപകാരപ്പെട്ടതെന്ന് മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു പറയാണ്. അള്ളാഹു അള്ളാഹു സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിന്റെ പൊന്നുമോനെ, നീ സ്നേഹത്തോടെ വളർത്തിയ നിന്റെ ചെറിയ കുഞ്ഞ്, ആ കുഞ്ഞിനെ തിരിച്ചു വിളിച്ചപ്പോൾ നീ അതിൽ ക്ഷമിച്ചുകൊണ്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞില്ലേ, അത് കാരണമായിട്ട് നിന്റെ സകല പാപങ്ങളും ഞാൻ പുറത്തു തന്നിരിക്കുന്നു, നീ സ്വർഗത്തിലേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞു എന്നാണ്. അത് കാരണമായിട്ട്, ആ അമല് കാരണമായിട്ട് രക്ഷപ്പെട്ടു മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു അൻഹു. അപ്പോ നമുക്കും പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ചൊല്ലണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതിനോടുകൂടെ ഒരു ചെറിയ പ്രാർത്ഥന കൂടിയുണ്ട്, അതുകൂടെ ശ്രദ്ധിക്കുക. അത് നമ്മൾ പറയാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുക. അതോടുകൂടെ അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹ എന്ന ദുആ കൂടി ആഡ് ചെയ്യുക. അതുകൂടി ഉൾപ്പെടുത്തണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ പ്രാർത്ഥന, നമുക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വന്നാലും, ആര് മരണപ്പെട്ടു പോയാലും, നമുക്ക് നമ്മുടെ വാഹനം എങ്ങാനും ഒരു വാഹനവുമായിട്ട് ഇടിക്കാൻ പോയി പെട്ടെന്ന് തലനാരിടക്ക് നമ്മൾ രക്ഷപ്പെട്ടു, അപ്പോഴും നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. അതോടുകൂടെ ഈ പ്രാർത്ഥന കൂടി ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഖൈറാണ്. അപ്പോ എന്ത് പ്രയാസം വന്നാലും, നമുക്ക് സാമ്പത്തികമായി, ശാരീരികമായി, മാനസികമായി എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ പറയണം ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന്. ഒരാൾ മരണപ്പെട്ടാൽ മാത്രമല്ല, നമ്മൾ പലപ്പോഴും ആരെങ്കിലുമൊക്കെ മരണപ്പെടുമ്പോൾ മാത്രമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയാറുള്ളത്. എപ്പോഴും നമുക്ക് പറയാം, എന്ത് പ്രശ്നം വന്നാലും നമ്മൾ പറയണം. അതിന്റെ അർത്ഥം ഒന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ, ഇന്നാ ലില്ലാഹ്, നാം അള്ളാഹുലേക്കുള്ളതാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, നമ്മൾ അള്ളാഹുലേക്ക് എന്താണ്, മടങ്ങാനുള്ളവരാണ്. ഇനി ആ പ്രാർത്ഥന കൂടി, അല്ലാഹുമ്മ അജിർനി ഫീ മുസീബത്തി, അള്ളാഹു എന്നെ എല്ലാ മുസീബത്തുകളിൽ നിന്നും, എന്നെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ കാക്കണേ റബ്ബേ. വഖ്ലുഫ് ലി ഖൈറൻ മിൻഹ, അള്ളാഹു അതിനേക്കാൾ ഖൈറായത് എനിക്ക് നൽകണേ അല്ലാ. നമ്മൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, എന്തെങ്കിലും ഒരു നാശനഷ്ടങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുക. അപ്പോ ആ നശിച്ച വസ്തുവിനേക്കാൾ ഖൈറായത്, അതിനേക്കാൾ ഉന്നതമായത് എനിക്ക് നൽകണേ അല്ലാ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഈ പ്രാർത്ഥന നമ്മൾ എന്ത് പ്രയാസം വന്നാലും എന്ത് ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ പ്രാർത്ഥിക്കണമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്.
ഹബീബായ തങ്ങൾ പറയുന്ന ഒരു ഹദീസിൽ കാണാൻ കഴിയും, ഈ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ള ഈ പ്രാർത്ഥന ഇത് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് ആർക്കും നൽകിയിട്ടില്ല. മുൻകഴിഞ്ഞ ഒരു സമുദായങ്ങൾക്ക് നൽകിയിട്ടില്ല. നമുക്ക് പ്രത്യേകമായിട്ട് കിട്ടിയ ഒരു സമ്മാനമാണിത്. നിബിത്തങ്ങളുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായിട്ട് കിട്ടിയ കാര്യമാണിത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത്. ഇതെങ്ങാനും ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തം മകനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് നഷ്ടപ്പെട്ടുകൊണ്ട് ദുഃഖിച്ച് പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് മഹാനവറുകൾ പറഞ്ഞത് എന്താണ്? മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് യാ അസഫ അലാ യൂസുഫ് എന്നാണ്. മഹാനവറുകൾക്കും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് കിട്ടിയിട്ടില്ല. അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ മഹാനായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത് ചൊല്ലിക്കൊണ്ട് മഹാനവറുകളുടെ സങ്കടവും വിഷമവും ഒക്കെ മാറിയിരുന്നു എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഈ ഒരു പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. എന്ത് പ്രയാസം വരുമ്പോഴും എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും നിങ്ങൾ ഈ പ്രാർത്ഥന എന്താവണം, ചൊല്ലണം. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒന്നുകൂടെ ഞാൻ പറയാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജിർനി ഫി മുസീബത്തി വഖ്ലുഫ് ലി ഖൈറൻ മിൻഹാ എന്നുള്ള ഈ പ്രാർത്ഥന ഇത് നമ്മൾ എഴുതി വെക്കുക. അതൊക്കെ നോട്ട് ചെയ്ത് വെച്ച് എപ്പോഴും നമ്മുടെ ദുആകളിലൊക്കെ ഉൾപ്പെടുത്തുക. എന്ത് പ്രയാസം വന്നാലും എന്ത് പ്രതിസന്ധി വരുമ്പോഴൊക്കെ ഈ പ്രാർത്ഥന നമ്മൾ എന്ത് ചെയ്യുക, പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ദുആയിലേക്ക് കടക്കുകയാണ്. ഇലാ ഹളറത്ത് റൂഹി നബീന ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ-ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലക് മിൻ ശർരി മാ ഖലഖ വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. നമ്മൾ ദുആ ചെയ്യാൻ പോവാണ്. ആത്മാർത്ഥമായിട്ട് ആമീൻ പറയുക. ഒരു ഇൽമു പറഞ്ഞിട്ട് നമ്മൾ ഇരിക്കുകയാണ്. അപ്പൊ ഈ ദുആക്ക് വലിയ ഇജാബത്ത് ഉണ്ട്, ഉറപ്പാണ്. അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ, സ്വീകരിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ റഹ്മാനെ രാജാതിരാജനായ അള്ളാഹ്, ഞങ്ങൾ ഓതിയ ഫാത്തിഹ, ഇഖ്ലാസ്, സൂറത്ത് മുഅവ്വിദത്തൈനി നീ സ്വീകരിക്കണേ അള്ളാഹ്. അള്ളാഹുവേ റഹ്മാനെ അതിന്റെ സവാബ് കാരണമായി ഞങ്ങളുടെ സകല പാപങ്ങളും നീ പൊറുക്കണേ അള്ളാഹ്. അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അള്ളാഹ്. അള്ളാഹുവേ ഞങ്ങളെ മരണം നീ നന്നാക്കണേ അള്ളാഹ്. ഈമാനോടുകൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാഹ്. മരണത്തിന്റെ പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അള്ളാഹ്. മരണസമയത്ത് ഈമാൻ പിഴപ്പിക്കാൻ ഇബ്ലീസ് വരുമ്പോൾ ആ ഇബ്ലീസിനെ അട്ടിയോടിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഈമാനോടുകൂടിയുള്ള നല്ല മരണം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ രാജാതിരാജനായ അല്ലാഹ്, അല്ലാഹുവേ ഞങ്ങളുടെ ഹലാലായ മുറാദുകളെ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും പലവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നു, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. നീ പരിപൂർണ ശിഫ നീ നൽകണേ അല്ലാഹ്. നീ ആജിലായ ശിഫ നീ നൽകണേ അല്ലാഹ്. നീ കാമിലായ ശിഫ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ രാജാതിരാജനായ ഞങ്ങൾ പറഞ്ഞതും പറയാത്തതുമായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിനകത്തുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റി നൽകണേ അല്ലാഹ്. അല്ലാഹുവേ ഞങ്ങൾക്ക് നിന്റെ സ്വർഗം നൽകണേ അല്ലാഹ്. നിന്റെ നരകം ഞങ്ങൾക്ക് പേടിയാ അല്ലാഹ്. നിന്റെ സ്വർഗം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ നിന്റെ ഹബീബിന്റെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അല്ലാഹുവേ റഹ്മാനെ ഞങ്ങളെല്ലാവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്ത്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا
إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين صلى الله تعالى وسلم على خير سيدنا محمد وعلى آله وصحبه أجمعين سبحان ربك رب العزة عما يصفون سلام على المرسلين والحمد لله رب العالمين إن شاء الله നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന വസിയത്തോടെ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.